നമസ്കാരം എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഗ്രാമീയ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യമായി നോക്കാം പ്രധാന വാർത്തകൾ. തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ മഹാഗണപതി ഹോമവും ആനയൂട്ടും നടന്നു. വാടാനപ്പള്ളി കിഴക്കേ ടിപ്പു സുൽത്താൻ റോഡിനോടുള്ള അവഗണനയിൽ BJP പ്രതിഷേധിച്ചു. വിദ്വേഷ പ്രചാരണങ്ങൾക്കും അതിക്രമങ്ങൾക്കുമെതിരെ CPM പ്രതിഷേധ പൊതുയോഗങ്ങൾ നടത്തി. വാർത്തകൾ വിശദമായി. തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ കർക്കിടക മാസത്തിലെ 1008 നാളികേരം കൊണ്ടുള്ള പ്രത്യക്ഷ മഹാഗണപതി ഹോമവും ആനയൂട്ടും നടന്നു. മഹാഗണപതി ഹോമത്തിന് തന്ത്രി തരണനെല്ലൂർ പത്മനാഭൻ നമ്പൂതിരിപ്പാട് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ക്ഷേത്രത്തിലെ നിത്യശീവേലി ആന കൊടുങ്ങല്ലൂർ ദേവിദാസിനെ ഗജപൂജ ചെയ്തു. തുടർന്ന് ആനയൂട്ടും നടത്തി. ദേവസ്വം ഓംബുഡ്സ്മാൻ KT രാമകൃഷ്ണൻ എറണാകുളം ശിവകുമാരന് ആദ്യ ഉരുള നൽകി ഉദ്ഘാടനം ചെയ്തു. ഗീതാ ഗോപി MLA, കൊച്ചിൻ ദേവസ്വം പ്രസിഡന്റ് K രവീന്ദ്രൻ, സെക്രട്ടറി P ബിന്ദു, ഡെപ്യൂട്ടി കമ്മീഷണർ സുനിൽ കർത്ത, അസിസ്റ്റന്റ് കമ്മീഷണർ M മനോജ് കുമാർ, ദേവസ്വം മാനേജർ KV വിനീത എന്നിവർ നേതൃത്വം നൽകി. ആദ്യം നേദിച്ച ചോറുരുളയും തുടർന്ന് കരിമ്പ്, പഴം, കൈതച്ചക്ക, തണ്ണിമത്തൻ, കുക്കുംബർ, വെള്ളരിക്ക തുടങ്ങിയവയും കൊണ്ട് ആനകളെ ഊട്ടി. തിരുവാണിക്കാവ് രാജഗോപാൽ, ഊക്കൻസ് കുഞ്ചു, പിതൃക്കോവിൽ പാർത്ഥസാരഥി, കാളിയാർ മഠം ശേഖരൻ തുടങ്ങി 25 ആനകൾ ആനയൂട്ടിൽ പങ്കെടുത്തു. ഭക്തജനങ്ങളുടെ വൻ തിരക്കാണ് അനുഭവപ്പെട്ടത്. ഈ വർഷത്തെ നാലമ്പല ദർശനം തൃപ്രയാറിൽ നിന്ന് തുടങ്ങി കൂടൽമാണിക്കും വായമ്പലും മുഴിക്കുളും ഒക്കെ നല്ല ജനത്തിരക്കാണ്. ഭക്തജനങ്ങളുടെ നിർലോഭമായിട്ടുള്ള നിർഗളമായ ഒഴുക്കാണ് നാലമ്പല ദർശനത്തിന് അനുഭവപ്പെടുന്നത്. ഭക്തജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ദേവസ്വം ബോർഡ് ഒരുക്കിയിട്ടുണ്ട്. അവർക്ക് അന്നദാനം കൊടുക്കുന്നതിനും അതുപോലെ തന്നെ ചുക്കുവെള്ളവും ചുക്കാപ്പിയും കൊടുക്കുന്നതിനും പിന്നെ വരി നിന്ന് ദർശനം നടത്തുന്നതിനുള്ള എല്ലാ സൗകര്യങ്ങളും ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്തു നിന്ന് മുൻകാലങ്ങളേക്കാൾ അധികരിച്ച രീതിയിൽ തന്നെ നടത്താൻ കഴിഞ്ഞിട്ടുണ്ട്. ക്ഷേത്ര ഉപദേശക സമിതിയും ദേവസ്വം ജീവനക്കാരും എല്ലാവരും കൈകോർത്ത് പിടിച്ചുകൊണ്ടാണ് അതിനുള്ള ഒരുക്കങ്ങൾ നടന്നു വരുന്നത്. വളരെ സുഗമമായി അത് നടക്കുന്നുണ്ട്. 2 ദിവസത്തെ പ്രളയത്തിൻ്റെ ബുദ്ധിമുട്ടുകൾ, മഴ അധികരിച്ചതിൻ്റെ ഒരു ചെറിയ പ്രയാസം കഴിഞ്ഞ 2 ദിവസങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇന്ന് നല്ല തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. ഇനി തുടർന്ന് വരുന്ന ദിവസങ്ങളിലും ഈ സൗകര്യങ്ങളെല്ലാം ഭക്തജനങ്ങൾക്ക് ഒരുക്കുന്നതിന് ദേവസ്വം പ്രതിജ്ഞാബദ്ധതയോടുകൂടി തന്നെയാണ് പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചിട്ടുള്ളത്. RSS നടത്തുന്ന വിദ്വേഷ പ്രചാരണങ്ങൾക്കും അതിക്രമങ്ങൾക്കുമെതിരെ CPIM നാട്ടിക ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പൊതുയോഗം സംഘടിപ്പിച്ചു. യോഗത്തിന്റെ ഉദ്ഘാടനം CPM നാട്ടിക ഏരിയ സെക്രട്ടറി MA ഹാരിസ് ബാബു നിർവഹിച്ചു.
നാട്ടികയിൽ നടന്ന ചടങ്ങിൽ ലോക്കൽ കമ്മിറ്റി അംഗം TV ശ്രീജിത്ത് അധ്യക്ഷത വഹിച്ചു. പാർട്ടി നേതാക്കളായ രജനി ബാബു, CK ശിവരാജൻ, കർഷക തൊഴിലാളി യൂണിയൻ പഞ്ചായത്ത് സെക്രട്ടറിയും ലോക്കൽ കമ്മിറ്റി അംഗവുമായ PV രാധാകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. പ്രദേശത്തെ സമാധാന അന്തരീക്ഷം തകർക്കാനുള്ള നീക്കങ്ങൾക്കെതിരെ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് യോഗം ആവശ്യപ്പെട്ടു. ഇന്ത്യയുടെ പ്രധാനമന്ത്രി എന്നുള്ള ആ സ്ഥാനത്തിനോട് നമുക്ക് ബഹുമാനമാണ്. പക്ഷെ എന്താ, നരേന്ദ്രമോദിയുടെ പടം 4 ലക്ഷം രൂപ ലഭ്യമാക്കുന്നതിന് പടം വരയ്ക്കണമെങ്കിൽ കേരളത്തിലെ 45 ലക്ഷത്തോളം വരുന്ന മനുഷ്യന്, ഭൂമിയില്ലാത്ത മനുഷ്യന് ഒരു തുണ്ടു ഭൂമി കൊടുത്തത് കേരള സംസ്ഥാനത്തില് മഹാനായ EMSന്റെ കാലഘട്ടത്തിലാണ്. എന്നാൽ ആ വീടുകളെല്ലാം ഇന്ന് കോൺഗ്രസ് സിന്ദാബാദ് വിളിക്കുന്ന, RSS സിന്ദാബാദ് വിളിക്കുന്ന കുടുംബങ്ങൾക്ക് പോലും 10 സെന്റ് ലഭ്യമായത് കേരളത്തിലെ CPM എന്ന് പറയുന്ന പ്രസ്ഥാനം തീരുമാനമെടുത്തതിന്റെ ഫലമായിട്ടാണ്. അങ്ങനെയാണ് മഹാനായ EMSന്റെ പടം വരയ്ക്കുന്ന വീടുകൾ. ഇവിടെയുള്ള ശ്രീരാമ ക്ഷേത്രത്തിലേക്കും ഗുരുവായൂർ ക്ഷേത്രത്തിലും ദൈവത്തിനെ വിളിക്കാൻ സ്വാതന്ത്ര്യമുണ്ടായിരുന്നില്ല. അന്ന് കോൺഗ്രസും RSSും എടുത്ത നിലപാട് താഴെത്തട്ടിലുള്ള മനുഷ്യരെല്ലാം ദൈവത്തിനോട് സങ്കടം പറയണ്ട എന്നുള്ളതാണ്. പക്ഷേ അവിടെ മനുഷ്യന് വേണ്ടി ദൈവവിശ്വാസികളല്ലെങ്കിലും ദൈവത്തിനോട് സങ്കടം പറയാൻ താഴെത്തട്ടിലുള്ള മനുഷ്യനും അവസരം നൽകണം എന്നുള്ള അതിന്റെ അടിസ്ഥാനത്തിൽ ശക്തമായ സമരം നടത്തിയതിന്റെ ഫലമായിട്ടാണ് ഈ കേരളത്തിലെ ദൈവവിശ്വാസികൾക്ക് ഗുരുവായൂരപ്പന്റെ അടുത്തും ശ്രീരാമക്ഷേത്രത്തിലടക്കം സങ്കടം പറയാൻ അവസ്ഥ ഉണ്ടാക്കിയത് CPM ആണ്. നവമണലൂർ സാഹിത്യോത്സവത്തിന്റെ ഭാഗമായി മണലൂർ പഞ്ചായത്ത് തല സംഘാടക സമിതി രൂപീകരിച്ചു. സാഹിത്യോത്സവ നിർവഹണ സമിതി ചെയർപേഴ്സൺ ഡോക്ടർ C. രാവുണ്ണി ഉദ്ഘാടനം ചെയ്തു. മണലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CG മോഹൻദാസ് അധ്യക്ഷത വഹിച്ചു. നിർവഹണ സമിതി കൺവീനർ VD പ്രേംപ്രസാദ് പദ്ധതി വിശദീകരണം നടത്തി. ജില്ലാ ലൈബ്രറി കൗൺസിൽ അംഗം TV ഭുവനദാസ്, സുനിൽ മാഷ്, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PK ചന്ദ്രൻ, വിലാസിനി വേണുഗോപാൽ, ശാലിനി ടീച്ചർ എന്നിവർ സംസാരിച്ചു. ഭാരവാഹികളായി ചെയർപേഴ്സൺ CG മോഹൻദാസ്, കൺവീനർ TV ഭുവനദാസ് എന്നിവരെ തിരഞ്ഞെടുത്തു. സാഹിത്യോത്സവത്തിന്റെ ഭാഗമായി ആഗസ്റ്റ് 22, 23, 24 തീയതികളിൽ സ്കൂൾ വിദ്യാർത്ഥികൾക്ക് കഥ, കവിത, സാഹിത്യ ആസ്വാദനം എന്നിവയിൽ മത്സരങ്ങളും ശില്പശാലകളും പഞ്ചായത്തിലെ വിവിധ ഗ്രന്ഥശാലകളുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കും. വിദ്യാർത്ഥിനികൾക്കെതിരായ അധിക്ഷേപ പരാമർശത്തിനെതിരെ CPM പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു. ജന്തർ മന്ദിറിൽ സമരം ചെയ്യുന്ന വിദ്യാർത്ഥിനികളെ അധിക്ഷേപിച്ച RSS നേതാവ് TG മോഹൻദാസിന്റെ പ്രസ്താവനയ്ക്കെതിരെ CPIM വാടാനപ്പള്ളി ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു. CPM ഏരിയ കമ്മിറ്റി അംഗം KR സീത പരിപാടി ഉദ്ഘാടനം ചെയ്തു. വാടാനപ്പള്ളിയിൽ നടന്ന ചടങ്ങിൽ ലോക്കൽ സെക്രട്ടറി VA ഷാജുദ്ദീൻ അധ്യക്ഷത വഹിച്ചു. പാർട്ടി നേതാക്കളായ അലോക് മോഹൻ, KK അനിൽകുമാർ, ഷൈന മുഹമ്മദ്, TN ഉദയകുമാർ, റെജിന രാജു, പ്രമീള ബൈജു, IN സുധീഷ്, PM ഹുസൈൻ എന്നിവർ സംസാരിച്ചു. വാടാനപ്പള്ളി കുന്നത്ത് പീടികയിലെ മിനി മാസ്റ്റ് ലൈറ്റ് നാടിന് സമർപ്പിച്ചു. വാടാനപ്പള്ളി ഗ്രാമപഞ്ചായത്ത് 15-ാം വാർഡിലെ കുന്നത്ത് പീടിക പരിസരത്ത് മിനി മാസ്റ്റ് ലൈറ്റ് മണലൂർ MLA പ്രൊഫസർ C. രവീന്ദ്രനാഥ് നാടിന് സമർപ്പിച്ചു. ചടങ്ങിൽ വാടാനപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് IN സുധീഷ് അധ്യക്ഷത വഹിച്ചു. വാർഡ് മെമ്പർ V. മുരളീധരൻ, തൃശൂർ ജില്ലാ പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ PI സജിത, തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് CM നൌഷാദ്, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഹേമലത പ്രതാപൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ CB സുനിൽകുമാർ, റെജീന രാജു, MS സുജിത്, തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ഷൈന മുഹമ്മദ്, വാടാനപ്പള്ളി ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ PK സുധർമ്മൻ, PR സുശീൽ, നൌഫൽ വലിയകത്ത്, ഷെറീന ഷഹീർ, ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ VA ഷാജുദ്ദീൻ എന്നിവർ പങ്കെടുത്തു. മുൻ MLA മുരളി പെരുന്നെല്ലിയുടെ 2024-25 വർഷത്തിലെ വികസന ഫണ്ടിൽ നിന്നും 1.5 ലക്ഷം രൂപ ചിലവഴിച്ചാണ് മിനി മാസ്റ്റ് ലൈറ്റിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചത്. മുരളിയേട്ടൻ്റെ നിരവധി വികസന പ്രവർത്തനങ്ങൾ വാടാനപ്പള്ളി ഗ്രാമപഞ്ചായത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് നമുക്കെല്ലാം അറിയാം. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ ഇത്തരത്തിലുള്ള ഒരു വിളക്ക് സ്ഥാപിച്ചിട്ടുള്ളത്. ഇത് ഇന്നു മുതൽ ഈ നാടിൻ്റെ വിളക്കായി നിൽക്കണം, വികസനത്തിൻ്റെ വിളക്കായി നിൽക്കണം. അതുകൊണ്ട് അത് നമ്മുടെ പദ്ധതിയായി മനസ്സിലാക്കിക്കൊണ്ട് അതിനത്തരത്തിൽ പരിപാലിച്ചുകൊണ്ട് എല്ലാവരും ഏറ്റെടുക്കണമേ എന്ന് വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് സന്തോഷത്തോടെ അഭിമാനത്തോടുകൂടി ഈ
തകർന്നു കിടക്കുന്ന ഈസ്റ്റ് ടിപ്പു സുൽത്താൻ റോഡിന്റെ ശോചനീയാവസ്ഥയ്ക്ക് അടിയന്തര പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് കയ്പമംഗലം ചളിങ്ങാട് മേഖലയിൽ ബുധനാഴ്ച ഹർത്താൽ ആചരിച്ചു. രാവിലെ 6 മുതൽ വൈകിട്ട് 6 വരെയായിരുന്നു ഹർത്താൽ. സമരത്തിന്റെ ഭാഗമായി റോഡ് ഉപരോധവും പ്രതിഷേധ പ്രകടനവും സംഘടിപ്പിച്ചു. മാസങ്ങൾക്ക് മുമ്പ് കുടിവെള്ള പൈപ്പ് സ്ഥാപിക്കുന്നതിനായി റോഡ് പൊളിച്ചെങ്കിലും പൈപ്പ് സ്ഥാപിച്ച ശേഷം റോഡ് വേണ്ട വിധത്തിൽ റീസ്റ്റോറേഷനോ ടാർ ചെയ്യുകയോ ചെയ്തിരുന്നില്ല. തുടർന്ന് മഴ ശക്തമായതോടെ റോഡിൽ വലിയ വെള്ളക്കെട്ട് രൂപപ്പെടുകയും യാത്ര അതീവ ദുഷ്കരമാവുകയും ചെയ്തു. വാഹനയാത്രക്കാരും കാൽനട യാത്രക്കാരും ഉൾപ്പെടെ പ്രദേശവാസികൾ ഏറെ ദുരിതമനുഭവിക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. റോഡ് ടാർ ചെയ്യുന്നതിനുള്ള കരാർ നൽകിയിട്ടുണ്ടെങ്കിലും പല കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി കരാറുകാരൻ ഇതുവരെ പ്രവൃത്തി ആരംഭിച്ചിട്ടില്ലെന്ന് നാട്ടുകാർ ആരോപിച്ചു. MLAയും പഞ്ചായത്ത് അധികൃതരും പലതവണ ഇടപെട്ടിട്ടും കരാറുകാരന്റെയും ഉദ്യോഗസ്ഥരുടെയും നിസ്സഹകരണത്തെ തുടർന്നാണ് പ്രദേശവാസികൾ വിവിധ രാഷ്ട്രീയ കക്ഷികളുടെ പിന്തുണയോടെ ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ച് സമരത്തിലേക്ക് കടന്നത്. ഇതിനു മുമ്പ് റോഡിലെ വെള്ളക്കെട്ടിൽ വഞ്ചി ഇറക്കിയും പോത്തിനെ കുളിപ്പിച്ചും വ്യത്യസ്ത പ്രതിഷേധങ്ങൾ സംഘടിപ്പിച്ചിരുന്നു. അതിന്റെ തുടർച്ചയായാണ് ബുധനാഴ്ച ഹർത്താലും റോഡ് ഉപരോധവും നടത്തിയത്. സാധാരണ ഹർത്താലുകളോട് വിമുഖത പുലർത്തുന്ന ചെളിങ്ങാട് നിവാസികൾ ഇത്തവണ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് കടകളടച്ചും പ്രതിഷേധത്തിൽ പങ്കാളികളായും രംഗത്തെത്തി. രാവിലെ ചെളിങ്ങാട് പള്ളിവളവിൽ നിന്ന് ആരംഭിച്ച പ്രതിഷേധ പ്രകടനം കാക്കാതിരുത്തി പള്ളിവളവ് ചുറ്റി ചെളിങ്ങാട് സമാപിച്ചു. നിരവധി പേർ പ്രകടനത്തിൽ പങ്കെടുത്തു. ആക്ഷൻ കൗൺസിൽ അംഗങ്ങളായ അനസ് അബൂബക്കർ, ഹുസൈൻ, PA നസീർ, നാസർ ചെളിങ്ങാട്, PA അബൂബക്കർ, ഷിയാസ് വനിത, ഇസ്ഹാഖ് പൊന്നാത്ത്, TA അഹമ്മദ്, മഹൽ സെക്രട്ടറി PA മുഹമ്മദ്, മദ്രസ സെക്രട്ടറി നൌഷാദ് തിണ്ടിക്കൽ, ജനപ്രതിനിധികളായ ഫാത്തിമ അനസ്, PM സൈനുദ്ദീൻ, അൻസമോൾ, സന്ധ്യ രവീന്ദ്രൻ, രശ്മി ശ്രീജിത്ത്, സീന ഇസ്മായിൽ, നഹിദ സലീം, വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കളായ PL പോൾസൺ, PM ഷംസുദ്ദീൻ, ഷാജി ഒറ്റത്തായി തുടങ്ങിയവർ സംസാരിച്ചു. ജോയിന്റുകളൊക്കെ പൊട്ടിയിട്ട് നിരന്തരം ഇന്നിവിടെ ജോയിന്റ് ക്ലിയർ ആയി കഴിഞ്ഞാൽ നാളെ അപ്പുറത്ത് പൊട്ടും, അതിന്റെ അപ്പുറത്ത് അത് ശരിയാക്കി അതിന്റെ അപ്പുറത്ത് പൊട്ടും. അപ്പൊ നിരന്തരമായി നമ്മൾ ഈ ദുരിതം വർഷങ്ങളായി അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ അതിനൊക്കെ ഒരു പരിഹാരം അടിയന്തരമായി ഉണ്ടാകണം, അധികൃതരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം എന്നാണ് നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി നമ്മൾ ആവശ്യപ്പെടുന്നത്. കിഫ്ബി കേരളത്തിൽ 72 പദ്ധതികൾ വാട്ടർ അതോറിറ്റി ചെലവ് ചെയ്യുന്നുണ്ട്. 72 പദ്ധതികൾ. ഈ 72 പദ്ധതികൾക്കായിട്ട് 4,498 കോടി രൂപ കിഫ്ബി അനുവദിച്ചതാണ്. അതിലൊരു പദ്ധതിയാണ് ഈ പദ്ധതി. ഇതൊരു ചെറിയ പദ്ധതിയല്ല, കോടിക്കണക്കിന് രൂപ കിഫ്ബി അനുവദിച്ചതാണ്. സാമ്പത്തികം ഈ പദ്ധതിയെ സംബന്ധിച്ചൊരു വിഷയമില്ല. കേരള ക്ഷേത്രവാദ്യകല അക്കാദമി തൃശൂർ ജില്ലാ ചേർപ്പ് മേഖല കൺവെൻഷൻ പെരുവനം മഹാദേവ ട്രസ്റ്റിൽ ചേർന്നു. പത്മശ്രീ പെരുവനം കുട്ടന്മാരാർ ഭദ്രദീപം തെളിയിച്ചു. കേരള ക്ഷേത്ര വാദ്യകല അക്കാദമി സംസ്ഥാന പ്രസിഡന്റ് അന്തിക്കാട് പത്മനാഭൻ ഉദ്ഘാടനം നിർവഹിച്ചു. അക്കാദമി ചേർപ്പ് മേഖല പ്രസിഡന്റ് അന്തിക്കാട് പരമേശ്വരൻ അധ്യക്ഷത വഹിച്ചു. അക്കാദമി സംസ്ഥാന ട്രഷറർ കീഴൂട്ട് നന്ദനൻ, ജില്ലാ പ്രസിഡന്റ് ജയശങ്കർ രാജഗോപാൽ, ജില്ലാ വൈസ് പ്രസിഡന്റ് പെരുവനം ശ്രീശങ്കർ, മേഖലാ സെക്രട്ടറി കാർത്തിക് P മാരാർ, യദു S മാരാർ എന്നിവർ സംസാരിച്ചു. ഇന്റർസോൺ SSLC +2 പരീക്ഷകളിൽ മികച്ച വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെ രക്ഷാധികാരി പെരുവനം സതീശൻ മാരാർ ആദരിച്ചു. ലൈഫ് ഭവന പദ്ധതിക്കായി ഭൂമി വാങ്ങിയതിൽ ഗുരുതര അഴിമതി നടന്നതായി ആരോപിച്ച് വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ട് UDF എടത്തുരുത്തി പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. എടത്തുരുത്തി സർവീസ് സഹകരണ ബാങ്ക് പരിസരത്ത് നിന്നും ആരംഭിച്ച മാർച്ച് പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ മുൻ MP TN പ്രതാപൻ ഉദ്ഘാടനം ചെയ്തു. പൊതുപണവുമായി ബന്ധപ്പെട്ട ഇടപാടുകളിൽ സമഗ്രമായ അന്വേഷണം നടത്തി സത്യം പുറത്തു കൊണ്ടുവരണമെന്നും അഴിമതിയിൽ പങ്കുള്ളവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്നും TN പ്രതാപൻ ആവശ്യപ്പെട്ടു. ലൈഫ് പദ്ധതിയുടെ ഭാഗമായി ഭൂമി വാങ്ങിയ നടപടികൾ സുതാര്യതയില്ലെന്നും പൊതുജനങ്ങളുടെ സംശയങ്ങൾ ദൂരീകരിക്കാൻ വിജിലൻസ് അന്വേഷണം അനിവാര്യമാണെന്നും അദ്ദേഹം പറഞ്ഞു. LDF സർക്കാർ എടത്തുരുത്തി പഞ്ചായത്തിന് അനുവദിക്കാതിരുന്ന പദ്ധതി വിഹിതമായ 1.25 കോടി രൂപ ലഭിക്കാതിരുന്നപ്പോൾ പഞ്ചായത്ത് ഭരണസമിതിയും LDF നേതൃത്വവും മൗനം പാലിച്ചെന്നും ഇപ്പോൾ UDF സർക്കാരിനെതിരെ പ്രതിഷേധിക്കുന്നത് ഇരട്ടത്താപ്പാണെന്നും അദ്ദേഹം ആരോപിച്ചു. ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് രാജേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. DCC ജനറൽ സെക്രട്ടറിയും കൊടുങ്ങല്ലൂർ താലൂക്ക് കാർഷിക വികസന ബാങ്ക് പ്രസിഡന്റുമായ TM നാസർ മുഖ്യപ്രഭാഷണം നടത്തി. DCC സെക്രട്ടറിമാരായ സജയ് വൈനപ്പിള്ളി, CC ബാബുരാജ്, UDF നേതാക്കളായ PD സജീവ്, EK മുഹമ്മദ് ഹാജി, MU ഉമറുൽ ഹാറൂദ്, PK ഹംസ, PS ഷാജഹാൻ, ഷാജി കണ്ണങ്കിലത്ത്, മുഹമ്മദ് നബിൽ, ഷീബ സതീഷ്, PP സലീം, TA നാസിമുദ്ദീൻ,
സഗീർ ചന്ദ്രാപിന്നി, മൻസൂർ, സിദ്ദിഖ് കന്നത്തുപടി, ഡേവിസ് മാളിയേക്കൽ, സഫറലി ഖാൻ, ഷഹന കാട്ടുപറമ്പിൽ, AK ജമാൽ, അമ്പിളി പ്രിൻസ്, CD ലിറ്റി, ലൈല മജീദ്, ബിഷ സത്യൻ, KH മുഹമ്മദ്, ഷജിൽ ചന്ദ്രാപിന്നി തുടങ്ങിയവർ സംസാരിച്ചു. പഞ്ചായത്തിനെ പറ്റിച്ച, പഞ്ചായത്തിന്റെ പദ്ധതികളെ അട്ടിമറിച്ച ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിനെതിരെ, അന്നത്തെ ഗവൺമെന്റിനെതിരെയാണ് പ്രമേയം പാസ്സാക്കേണ്ടത്. സെക്രട്ടറി അല്ലാണ്ട് ഭരിക്കുന്ന സെക്രട്ടറി ശമ്പളം വാങ്ങുന്നത് പഞ്ചായത്തിൽ നിന്നാണെങ്കിലും സെക്രട്ടറി ഗവൺമെന്റ് ഉദ്യോഗസ്ഥനാ. ആര് ഭരിച്ചാലും ആ ഭരിക്കുന്നതിന്റെ കൂടെ നിൽക്കേണ്ട ആളാ സെക്രട്ടറി. സംസ്ഥാനം ഭരിക്കുന്ന ഡിപ്പാർട്ട്മെന്റിന്റെ ആളാ. അപ്പൊ 1.25 കോടി രൂപ ഈ പഞ്ചായത്തിന്റെ 1.25 കോടി രൂപ LDF അട്ടിമറിച്ചു, കൊടുത്തില്ല. മൂന്നാമത്തെ ഗഡു കൊടുത്തില്ല. ഞങ്ങൾ 35 ലക്ഷം രൂപ കൊടുക്കാൻ നിങ്ങൾ കൊടുക്കും. VD സതീശൻ മുഖ്യമന്ത്രിയായ UDF ഗവൺമെന്റ്, KM ഷാജി മന്ത്രിയായ തദ്ദേശ സ്വയംഭരണ വകുപ്പ് അസന്നിഗ്ധമായ ഒരു കാര്യം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഗ്രാമപഞ്ചായത്തുകളുടെ പദ്ധതി വിഹിതത്തിൽ നിന്നും ഒരു പൈസ പോലും കുറയ്ക്കില്ല. ഇനിയൊരു ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ വീണ്ടും തുടരും. കേബിൾ ഇന്റർനെറ്റ് സേവനങ്ങൾ ഇനി ഒരൊറ്റ ആപ്പിൽ. നിങ്ങളുടെ ഡിജിറ്റൽ ജീവിതം കൂടുതൽ എളുപ്പമാക്കാൻ കേരള വിഷൻ സ്മാർട്ട് ആപ്പ്. പരാതികൾ തൽക്ഷണം രജിസ്റ്റർ ചെയ്യാം, ലൈവായി ട്രാക്ക് ചെയ്യാം. കമ്പനിയുടെ പുതിയ ഓഫറുകളും പാക്കേജുകളും ഉടനടി അറിയാം. ഇ-കൊമേഴ്സ് ഷോപ്പിംഗും ലോക്കൽ സർവീസുകളും വീട്ടിലിരുന്ന് നേടാം. നിങ്ങളുടെ ബ്രോഡ്ബാൻഡ്, ഡിജിറ്റൽ TV എന്നിവയുടെ അന്വേഷണങ്ങൾക്കും പരാതികൾക്കും സ്ക്രീനിൽ കാണുന്ന QR കോഡ് സ്കാൻ ചെയ്യൂ. കൂടാതെ പ്ലേ സ്റ്റോറിലും ലഭ്യമാണ്. കേരള വിഷൻ സ്മാർട്ട് ആപ്പ് ഡൗൺലോഡ് ചെയ്യുന്നവരിൽ നിന്ന് നറുക്കെടുത്ത് ഫുള്ളി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ സമ്മാനമായി നേടൂ. ന്യൂ ചെന്നൈ ഷോപ്പിംഗ് വീട്ടുപകരണങ്ങൾ കോതുകുളം അനുഗ്രഹ ഓഡിറ്റോറിയത്തിൽ. ഏതെടുത്താലും 189 രൂപ മാത്രം. ഗിഫ്റ്റ്സ്, ടെഡി ബെയർ, ലേഡീസ് ഹാൻഡ് ബാഗ്, ടെഡി ബാഗ്, സ്കൂൾ ബാഗ്, സ്റ്റീൽ പാത്രങ്ങൾ, അലൂമിനിയം പാത്രങ്ങൾ, ഇൻഡോലിയം പാത്രങ്ങൾ, മറ്റു വെറൈറ്റികൾ, പ്ലാസ്റ്റിക് ഐറ്റംസ്, വാൾ ക്ലോക്ക്, ചെരുപ്പുകൾ തുടങ്ങി നിരവധി ഉൽപ്പന്നങ്ങൾ വെറും 189 രൂപ മാത്രം. വിലക്കുറവിന്റെ ഷോപ്പിംഗ് മാമാങ്കം അനുഭവിച്ചറിയുവാൻ ഇന്ന് തന്നെ സന്ദർശിക്കൂ. ന്യൂ ചെന്നൈ ഷോപ്പിംഗ് വീട്ടുപകരണങ്ങൾ കോതുകുളം അനുഗ്രഹ ഓഡിറ്റോറിയത്തിൽ ഓഗസ്റ്റ് 4 വരെ മാത്രം. വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യം. ശ്രാവണം 2026. ഇത്തവണയും ഓണാഘോഷത്തിന് മാറ്റുകൂട്ടാൻ ശ്രാവണം അരങ്ങിലെത്തുകയാണ്. തിരുവാതിര, കൈകൊട്ടികളി, ഓണപ്പാട്ട്, സിനിമാറ്റിക് ഡാൻസ്, നാടൻപാട്ട് തുടങ്ങി മറ്റ് ഓണാഘോഷ ഗ്രൂപ്പ് കലാപരിപാടികൾ അവതരിപ്പിക്കാൻ താൽപ്പര്യമുള്ളവർ വിളിക്കുക 8089510449. പ്രമുഖ സ്വർണ്ണാഭരണ ഹോൾസെയിൽ സ്ഥാപനമായ AJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് വാടാനപ്പള്ളി തൃപ്രയാർ ഷോറൂമുകളിൽ മൺസൂൺ ഓഫർ. എല്ലാ ദിവസവും നറുക്കെടുപ്പിലൂടെ ഗൃഹോപകരണങ്ങൾ സമ്മാനമായി ലഭിക്കുന്നു. 916 ഡയമണ്ട്സ്, സിൽവർ, 18 കാരറ്റ് എന്നിവയുടെ 1 ലക്ഷത്തിൽ പരം ലൈറ്റ് വെയ്റ്റ് കളക്ഷനുകൾ ഹോൾസെയിൽ വിലയിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം. പണിക്കൂലിയില്ലാതെ ആഭരണങ്ങൾ സ്വന്തമാക്കാൻ വിവിധ പദ്ധതികൾ. 5 പവൻ മുതലുള്ള വെഡ്ഡിംഗ് സെറ്റുകൾ. പഴയ സ്വർണത്തിനും പണയത്തിലിരിക്കുന്ന സ്വർണത്തിനും ഉയർന്ന വിലയും ഉടൻ പണവും. AJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, വാടാനപ്പള്ളി ആൻഡ് തൃപ്രയാർ. നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട്. ഞങ്ങളുടെ സ്വർണത്തിനും. ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ്, കൊടുങ്ങല്ലൂർ റോഡ്, തൃപ്രയാർ. സ്വർണത്തിന്റെ സത്യം.
നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES തൃപ്രയാർ 23 വർഷമായി ഉന്നത വിജയ നിലവാരം നിലനിർത്തുന്ന പ്രശാന്ത സുന്ദരമായ തൃപ്രയാർ പുഴയോരത്തെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനമായ നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES അഫിലിയേറ്റഡ് ടു കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി, അപ്രൂവ്ഡ് ബൈ ഗവൺമെന്റ് ഓഫ് കേരള, AICTE. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ സെൽഫ് ഫിനാൻസിംഗ് കോഴ്സുകളായ BCom ഫിനാൻസ്, BCom കോഓപ്പറേഷൻ, BBA, BCA കോഴ്സുകളോടൊപ്പം ഈ അധ്യയന വർഷം മുതൽ ഡിഗ്രിക്കൊപ്പം പ്രൊഫഷണൽ സ്കിൽസും ജോലിയും നേടാൻ സാധിക്കുന്ന ആഡ് ഓൺ കോഴ്സുകൾ ഏവിയേഷൻ ആൻഡ് ലോജിസ്റ്റിക്സ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, സൈബർ സെക്യൂരിറ്റി, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, എത്തിക്കൽ ഹാക്കിംഗ്, ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് എന്നിവ നാട്ടികയുടെ മണപ്പുറത്തിൽ NES കോളേജിൽ മാത്രം. കുട്ടികളുടെ കലാകായിക അഭിരുചി പ്രോത്സാഹിപ്പിക്കുന്നതിനോടൊപ്പം തികഞ്ഞ അച്ചടക്കം, മികവുറ്റ അധ്യാപകർ, വിപുലമായ ലൈബ്രറി, സുസജ്ജമായ കമ്പ്യൂട്ടർ ലാബ്, വിശാലമായ ഫുഡ് ഹൗസ്. നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES തൃപ്രയാർ. ഫോൺ 9745782120, 048724022020. മനം കവരും സ്വർണ്ണ വജ്രശോഭയിൽ മനോഹരമായ ഡിസൈനുകൾ, ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ മികച്ച കളക്ഷൻസ്, 3 പതിറ്റാണ്ടിലേറെ പാരമ്പര്യത്തോടെ മുഗൾ ഗോൾഡൻ ഡയമണ്ട്സ്, തൃപ്രയാർ 3 പീടിക. കുട്ടിക്കാലത്ത് എന്ത് ചെയ്യണം? മാവേലിയറിയാൻ പോണം, മൂടി പുതച്ചുറങ്ങണം, സ്കൂളിൽ പോകണം. പണ്ടേ നമ്മൾ മലയാളികൾ സ്കൂളിൽ പോയിരുന്നു. നാടിനൊരു ആപത്ത് വന്നാൽ നാട് വിടും, കട്ടിൽ നിന്ന് നടിക്കും, കട്ടയ്ക്ക് നിന്ന് നേരിടും. നമ്മൾ മലയാളികളുടെ വിഷൻ എന്നും വലുതായിരുന്നു. അതിപ്പോൾ ഹൈസ്പീഡ് ബ്രോഡ്ബാൻഡ് കണക്ടിവിറ്റിയുടെ കാര്യത്തിലായാലും 41 ലക്ഷത്തിലധികം ഡിജിറ്റൽ TV ബ്രോഡ്ബാൻഡ് ഉപഭോക്താക്കൾ, 7000-ലധികം ഓപ്പറേറ്റർ പാർട്ണർമാർ, 2 പതിറ്റാണ്ടിന്റെ വിശ്വാസം. കേരളത്തിലെ നമ്പർ 1 ബ്രോഡ്ബാൻഡ്. കേരള വിഷൻ, കേരളത്തിന്റെ വലിയ വിഷൻ. തിരികെ വാർത്തകളിലേക്ക്. നാട്ടിക കുടുംബാരോഗ്യ കേന്ദ്രത്തിന് ദേശീയ അംഗീകാരം. നാട്ടിക കുടുംബാരോഗ്യ കേന്ദ്രത്തിന് നാഷണൽ ക്വാളിറ്റി അഷുറൻസ് സ്റ്റാൻഡേർഡ് അംഗീകാരം ലഭിച്ചു. മികച്ച ആരോഗ്യ കേന്ദ്ര പ്രവർത്തനത്തിന് കേന്ദ്ര സംഘം സന്ദർശിച്ചതിന്റെ ഭാഗമായി ദേശീയ അംഗീകാരം ലഭിച്ചത്. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം ചുമതലപ്പെടുത്തിയ ഉദ്യോഗസ്ഥർ നാട്ടിക കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ പരിശോധന നടത്തിയിരുന്നു. ഗ്രാമപഞ്ചായത്തിന്റെ സഹകരണം, ആശുപത്രിയിലെ OP സേവനം, രോഗീ പരിചരണം, ആശുപത്രിയിലെ ശുചിത്വം, ആശുപത്രി മാലിന്യ സംസ്കരണ സംവിധാനം, പൊതുജനാരോഗ്യ പ്രവർത്തനങ്ങൾ, ദേശീയ പദ്ധതികളുടെ നടത്തിപ്പ്, ലാബിലെ പ്രവർത്തനങ്ങൾ, പ്രതിരോധ കുത്തിവയ്പ്പ് പ്രവർത്തനങ്ങൾ, ഫാർമസി പ്രവർത്തനങ്ങൾ, ആശുപത്രി മാനേജ്മെന്റ് കമ്മിറ്റി പ്രവർത്തനങ്ങൾ, ഓഫീസിലെ സേവനങ്ങൾ, സ്കൂളുകളിലെ ആരോഗ്യ സേവനങ്ങൾ, പാലിയേറ്റീവ് പ്രവർത്തനങ്ങൾ, ആശാപ്രവർത്തകരുടെ പ്രവർത്തനങ്ങൾ തുടങ്ങിയവ വിലയിരുത്തിയാണ് നാഷണൽ ക്വാളിറ്റി അഷുറൻസ് സ്റ്റാൻഡേർഡ് അംഗീകാരം പ്രഖ്യാപിച്ചത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P. വിനു, വൈസ് പ്രസിഡന്റ് K. A. ഷൗക്കത്ത് അലി, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുഭില പ്രസാദ്, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PM സിദ്ദിഖ്, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സീന ഉണ്ണികൃഷ്ണൻ, മെമ്പർമാരായ സനി രാജു, സജിനി ഉണ്ണിയാരംപുരയ്ക്കൽ, PC മണികണ്ഠൻ, രജനി ബാബു, നിഷ ഉണ്ണികൃഷ്ണൻ, അംബിക ടീച്ചർ, KV പവിത്രൻ, TC ഉണ്ണികൃഷ്ണൻ, KK സന്തോഷ്, മെഡിക്കൽ ഓഫീസർ ഡോക്ടർ KS കിഷോർ, ആശാപ്രവർത്തകർ, കുടുംബ ആരോഗ്യ കേന്ദ്രം സ്റ്റാഫുകൾ തുടങ്ങിയവർ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. നാട്ടിക കുടുംബാരോഗ്യ കേന്ദ്രത്തിന് നാഷണൽ ക്വാളിറ്റി അഷുറൻസ് സ്റ്റാൻഡേർഡ് അംഗീകാരം ലഭിച്ചു. മികച്ച ആരോഗ്യ കേന്ദ്ര പ്രവർത്തനത്തിൻ്റെ ഭാഗമായി കേന്ദ്ര സംഘം സന്ദർശിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് ഈ അംഗീകാരം ലഭിച്ചത്. കേന്ദ്രത്തിൽ നിന്നും കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിൻ്റെ ഉദ്യോഗസ്ഥർ ജൂൺ 15-16 തീയതികളിൽ കുടുംബാരോഗ്യ കേന്ദ്രം സന്ദർശിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് ഈ അംഗീകാരം ലഭിച്ചത്. നമ്മുടെ ആരോഗ്യ കേന്ദ്രത്തിൽ നടത്തുന്ന ഗ്രാമപഞ്ചായത്തിൻ്റെ സഹകരണം, അതുപോലെ ആശുപത്രിയിലെ OP സേവനം, രോഗീ പരിചരണം, ആശുപത്രിയിലെ ശുചിത്വം, ആശുപത്രി മാലിന്യ സംസ്കരണ സംവിധാനം, പൊതുജനാരോഗ്യം, അതുപോലെ തന്നെ ദേശീയ പദ്ധതികളുടെ നടത്തിപ്പ്, ലാബിലെ പ്രവർത്തനങ്ങൾ, പ്രതിരോധ കുത്തിവയ്പ്പ്, ഫാർമസി പ്രവർത്തനം, ആശുപത്രി
മാനേജ്മെന്റ് കമ്മിറ്റിയുടെ പ്രവർത്തനങ്ങൾ, പീൻ ആൻഡ് പാലിയേറ്റീവിന്റെ പ്രവർത്തനം, അങ്ങനെ വിവിധ പ്രവർത്തനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് 96.23% മാർക്ക് ലഭിച്ചുകൊണ്ട് ഈ അംഗീകാരം നമുക്ക് ലഭിച്ചത്. അതിനുവേണ്ടി എല്ലാ ഹോസ്പിറ്റലിലെ കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ എല്ലാ ഉദ്യോഗസ്ഥരും, അതുപോലെ ആശാവർക്കർമാർ, മറ്റു പഞ്ചായത്ത് തല ഉദ്യോഗസ്ഥരെ എല്ലാവരെയും സഹകരണത്താലാണ് നമുക്ക് ഈ അംഗീകാരം ലഭിക്കാനിടയായത്. ഈ അംഗീകാരം ലഭിക്കുന്നതിലൂടെ സുരക്ഷിതവും മെച്ചപ്പെട്ടതുമായ ആശുപത്രി അന്തരീക്ഷം ഒരുക്കുന്നതിനും സ്ഥാപനങ്ങളുടെ ഗുണനിലവാരം ഉയർത്തിക്കൊണ്ട് രോഗികൾക്ക് മെച്ചപ്പെട്ട ആരോഗ്യ സേവനം ലഭ്യമാക്കുന്നതിനും സാധിക്കും. RSS നടത്തുന്ന വിദ്വേഷ പ്രചാരണങ്ങൾക്കും അതിക്രമങ്ങൾക്കുമെതിരെ CPIM തൃത്തല്ലൂർ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു. വാടാനപ്പള്ളി 7ാം കല്ല് പടിഞ്ഞാറ് കിറുക്ക് സെന്റർ പരിസരത്ത് നടന്ന പരിപാടി CPM നാട്ടിക ഏരിയ കമ്മിറ്റി അംഗം MR ദിനേശൻ ഉദ്ഘാടനം ചെയ്തു. തൃത്തല്ലൂർ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി സുരേഷ് മഠത്തിൽ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ VR ഷിജിത്ത്, ശാന്തി ബാസി, MP ഭാസ്കരൻ, ഹേമലത പ്രതാപൻ എന്നിവർ പ്രസംഗിച്ചു. പ്രതിഷേധ കൂട്ടായ്മയ്ക്ക് ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ ഗിരീഷ് മാത്തുകാട്ടിൽ, ഓമന മധുസൂദനൻ, PR സുശീൽ, ബ്രാഞ്ച് സെക്രട്ടറിമാരായ ശ്രീകല ദേവാനന്ദൻ, RA ഷൗക്കത്തലി, ബഷീർ വലിയകത്ത്, MS അനിൽകുമാർ, VK മധു, PS ദിനേശൻ, EK ചന്ദ്രൻ, PK പ്രേംരാജ് എന്നിവരും വർഗ ബഹുജന സംഘടനാ നേതാക്കളായ TR ശശികല ടീച്ചർ, ഷക്കീല ഉസ്മാൻ, സ്മിത സുരേഷ് ബാബു, ബീന ശിവരാമൻ, TK സജീവൻ, AR വാസു, പ്രകാശൻ ചുള്ളിയിൽ, ചന്ദ്രൻ കടവത്ത്, കുടുംബശ്രീ മുൻ ചെയർപേഴ്സൺ ബീന ഷെല്ലി എന്നിവരും നേതൃത്വം നൽകി. കാലങ്ങളായി തകർന്നു കിടക്കുന്ന വാടാനപ്പള്ളി കിഴക്കേ ടിപ്പു സുൽത്താൻ റോഡിനോടുള്ള LDF ഭരണസമിതിയുടെ അവഗണനയിൽ പ്രതിഷേധിച്ച് BJP വാടാനപ്പള്ളി പഞ്ചായത്ത് കമ്മിറ്റി പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു. OBC മോർച്ച സംസ്ഥാന ജനറൽ സെക്രട്ടറി ബഗീഷ് പൂരാടൻ ഉദ്ഘാടനം ചെയ്തു. BJP പഞ്ചായത്ത് പ്രസിഡന്റ് ദിവിൻ ദാസ് P അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി KV സതീഷ്, മണ്ഡലം ജനറൽ സെക്രട്ടറി മനോജ് മാനിന, OBC മോർച്ച ജില്ലാ ജനറൽ സെക്രട്ടറി സന്തോഷ് പണിക്കശ്ശേരി, യുവമോർച്ച ജില്ലാ വൈസ് പ്രസിഡന്റ് അഖിൽ ദാസ് എന്നിവർ സംസാരിച്ചു. മഹിളാ മോർച്ച ജില്ലാ സെക്രട്ടറി KG ലീന, മണ്ഡലം പ്രസിഡന്റ് റീന സുനിൽകുമാർ, മണ്ഡലം സെൽ കൺവീനർ AV ശരൺ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ലതിക വത്സൻ, ഷാലി സുധീർ, ശ്രുതി അജിത്, ശ്രീജ സുജിത്, ഷീന സുബ്രഹ്മണ്യൻ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുബ്രഹ്മണ്യൻ, സെക്രട്ടറിമാരായ CR ഹിബിൻ, NS നിഷാഖ്, ജില്ലാ കമ്മിറ്റി അംഗം IK ഗോകുൽദാസ് എന്നിവർ പ്രതിഷേധ പ്രകടനത്തിന് നേതൃത്വം നൽകി. നൂറുകണക്കിന് വിശ്വാസികൾ നിരന്തരം ആരാധനയ്ക്കായി വന്നു ചേരുന്ന ക്രിസ്ത്യൻ ദേവാലയത്തിനോടുള്ള എതിർപ്പാണോ മാർക്സിസ്റ്റ് പാർട്ടി ഈ റോഡ് ഇങ്ങനെ നശിപ്പിക്കുന്നതും 1 വർഷമായി ഒരു തോടുവാക്കി മാറ്റിയതിനുമെന്നും ഉത്തരം ഇവിടുത്തെ CPM-കാർ തന്നെ പറയണം. കാരണം നിങ്ങളാണ് ഈ പഞ്ചായത്ത് ഭരിക്കുന്നത്. മാത്രമല്ല, വികസനത്തിന്റെ കാര്യത്തിൽ വാടാനപ്പള്ളി ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി ചാർജ് എടുത്തതിന് ശേഷം പേരിന് പോലും ഒരു വികസനമോ ഒരു പ്രവർത്തനങ്ങളോ ഈ വാടാനപ്പള്ളി പഞ്ചായത്തിൽ നടന്നതായി ഇവിടുത്തെ ഭരണസമിതിക്കും CPM-കാർക്കും കാണിച്ചു തരാൻ സാധിക്കുമോ? RSS നടത്തുന്ന വിദ്വേഷ പ്രചാരണങ്ങൾക്കും അതിക്രമങ്ങൾക്കുമെതിരെ CPIM താന്യം വടക്ക് ലോക്കൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ തൃപ്രയാർ കിഴക്കേ നടയിൽ പ്രതിഷേധ യോഗം സംഘടിപ്പിച്ചു. CPM ചേർപ്പ് ഏരിയ കമ്മിറ്റി അംഗം KK അനിൽ യോഗം ഉദ്ഘാടനം ചെയ്തു. താന്യം വടക്ക് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി CP ജോസ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. CPM ചേർപ്പ് ഏരിയ കമ്മിറ്റി അംഗം OS സുബീഷ്, താന്യം പഞ്ചായത്ത് പ്രസിഡന്റ് NA പീതാംബരൻ, MV മുകേഷ്, TV മദനമോഹനൻ, KV ഭക്തവത്സലൻ എന്നിവർ സംസാരിച്ചു. RSS നടത്തുന്ന വിദ്വേഷ പ്രചാരണങ്ങൾക്കും അതിക്രമങ്ങൾക്കുമെതിരെ CPIM സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാന പ്രകാരം തളിക്കുളം ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തളിക്കുളം സെന്ററിൽ പ്രതിഷേധ പൊതുയോഗം സംഘടിപ്പിച്ചു. CPIM നാട്ടിക ഏരിയ
അംഗം KA വിശ്വംഭരൻ യോഗം ഉദ്ഘാടനം ചെയ്തു. തളിക്കുളം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി EPK സുഭാഷിതൻ അധ്യക്ഷനായി. ലോക്കൽ കമ്മിറ്റി അംഗം PS രാജീവ്, KS ബാബു, CPM ഏരിയ കമ്മിറ്റി അംഗങ്ങളായ KR സീത, അലോക് മോഹൻ, പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ PI സജിത എന്നിവർ സംസാരിച്ചു. ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ KR ഗോകുലൻ, അഡ്വക്കേറ്റ് PR വാസു, കലക്ടർ ടീച്ചർ ഹീലു മുംബ, TR സജീവൻ, TK വിമല തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി. അവിടുത്തെ കർഷക തൊഴിലാളികളായ പണിയെടുത്തുകൊണ്ടിരിക്കുന്ന ആളുകളെ, കൃഷിക്കാരടക്കമുള്ള കർഷക തൊഴിലാളികളായ ആളുകളെ ആയുധം ഉപയോഗിച്ച് ആക്രമിച്ച് കീഴ്പ്പെടുത്തിക്കൊണ്ടാണ് RSS എന്ന സംവിധാനം രൂപീകരിക്കുന്നത്. മതിലകം പുതിയകാവ് പാപ്പിനിവട്ടം AMUP സ്കൂളിന്റെ 75ാം വാർഷികാഘോഷം വെള്ളിയാഴ്ച നടക്കും. സ്കൂളിന് വടക്കുവശം തയ്യാറാക്കിയ MP കുഞ്ഞബ്ദുള്ള നഗറിൽ നടത്തുന്ന പ്ലാറ്റിനം ജൂബിലി ആഘോഷം വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി VN ഷംസുദ്ദീൻ ഉദ്ഘാടനം ചെയ്യും. ബിന്നി ബെഹനാൻ MP, KK വത്സരാജ് MLA, മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് TK രമേശ് ബാബു, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുമതി സുന്ദരൻ, ജില്ലാ പഞ്ചായത്ത് അംഗം KS ജയ തുടങ്ങിയവർ പങ്കെടുക്കും. സമ്മേളനത്തോടനുബന്ധിച്ച പൂർവ്വ വിദ്യാർത്ഥി സംഗമം, 75 വൃക്ഷത്തൈകളുടെ വിതരണം, വിവിധ കലാപരിപാടികൾ എന്നിവയും സംഘടിപ്പിക്കും. പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി 1 വർഷം നീണ്ടു നിൽക്കുന്ന വിവിധ പരിപാടികളാണ് ആസൂത്രണം ചെയ്തിരിക്കുന്നത്. പൂർവ്വ വിദ്യാർത്ഥി അധ്യാപക സംഗമങ്ങൾ, വിദ്യാർത്ഥികൾക്കായി കായിക മത്സരങ്ങൾ, സർഗശേഷി പ്രകടിപ്പിക്കുന്ന പരിപാടികൾ, സെമിനാറുകൾ, ദിനാചരണങ്ങൾ തുടങ്ങി വൈവിധ്യമാർന്ന പരിപാടികൾ ആഘോഷങ്ങളുടെ ഭാഗമായി നടക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. MK സൈഫുദ്ദീൻ, സുബൈർ കാക്കശ്ശേരി, VA മുഹമ്മദ് റാഫി, ഇക്ബാൽ കാക്കശ്ശേരി, ഡോക്ടർ ഷാഖി സന്ദീപ്, K സാലി ലൂയിസ് തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. നാട്ടിക ബീച്ച് പരേതനായ പുളിക്കൽ പരമു മകൻ വിശ്വനാഥൻ അന്തരിച്ചു. 67 വയസ്സായിരുന്നു. സംസ്കാരം വ്യാഴാഴ്ച രാവിലെ 10-ന് വീട്ടുവളപ്പിൽ നടക്കും. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ മഹാഗണപതി ഹോമവും ആനയൂട്ടും നടന്നു. വാടാനപ്പള്ളി കിഴക്കേ ടിപ്പു സുൽത്താൻ റോഡിനോടുള്ള അവഗണനയിൽ BJP പ്രതിഷേധിച്ചു. വിദ്വേഷ പ്രചാരണങ്ങൾക്കും അതിക്രമങ്ങൾക്കുമെതിരെ CPM പ്രതിഷേധ പൊതുയോഗങ്ങൾ നടത്തി. ഇതോടുകൂടി വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.